വെൽക്കം ബാക്ക് ടു നോളജ് വിത്ത് AR. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിരോഷിമ ദിനത്തിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച് യുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക ബോംബ് വർഷിച്ചത്? ഹിരോഷിമയും നാഗസാക്കിയും. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട രാജ്യം നഗരം ജപ്പാൻ ഹിരോഷിമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 6. സമയം രാവിലെ 8:15. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം പകൽ 11:02. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം 4400 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ നീളം 3 മീറ്റർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോളഗെ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് പോൾ ഡബ്ല്യു ടിബറ്റ്. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം 4670 കിലോഗ്രാം. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ നീളം 3.3 മീറ്റർ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടകാത്മക വസ്തു പ്ലൂട്ടോണിയം 239. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ ആണവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണമേറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കിയും ഒറിഗാമ കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതുന്നു? ലോക സമാധാനത്തിൻ്റെ. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം പഗ്വാഷ്. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ? മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യപേര് ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ ദിവസം വർഷം 1945 ജൂലൈ 16. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മാൻഹാട്ടൻ പ്രൊജക്റ്റ്. മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ തലവൻ റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എലീനർ കോയർ. ശാന്തിയുടെ നഗരം ഹിരോഷിമ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഹോൺഷു ദ്വീപ്. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ക്യുഷു ദ്വീപുകൾ. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഒലിയാണ്ടർ പുഷ്പം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം പൊക്രാൻ, രാജസ്ഥാൻ. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്.
രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര് കിറ്റി. ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ഹിരാഹിറ്റോ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന UNO. ഇത്രയുമാണ് നമ്മൾ തയ്യാറാക്കിയ ചോദ്യങ്ങൾ. മനസ്സിലാക്കി പഠിച്ചാൽ വിജയം നമുക്കും ഉറപ്പിക്കാം. ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട ലഘുലേഖനവും എളുപ്പത്തിൽ പഠിക്കാവുന്ന കുഞ്ഞു പ്രസംഗവും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്.